സാർ പറഞ്ഞാൽ മതി. ഗുഡ് ഈവനിങ്. മാറ്റിനി ഡിന്നറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ടുവിശേഷത്തിന്റെ ദിവസമാണിന്ന്. മ്യൂസിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കേസ് ചിത്ര, ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കേസ് ചിത്രയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് കേസ് ചിത്രയുടെ പാട്ടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തീർച്ചയായിട്ടും കേസ് ചിത്രയെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരാണ് കേസ് ചിത്ര എന്നും എന്താണ് സാഹചര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോകാം. മലയാളി ആയ ഏറ്റവും പ്രസിദ്ധിയായ ഒരു പിന്നണി ഗായികയാണ് കേസ് ചിത്ര. 1963 ജൂലൈ മാസം 27-ാം തീയതിയാണ് ജന്മദിവസം. എന്ന് വെച്ചാൽ ഇന്നലെയായിരുന്നു ജന്മദിവസം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ഗായകരിൽ ഒരാളാണെന്ന് പറയാം. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒറിയ, അതുപോലെ തന്നെ ആസാമീസ്, തുളു, ഹിന്ദി, ബംഗാളി തുടങ്ങിയ വിവിധ ഭാഷകളിൽ 25,000-ത്തിലധികം പാട്ടുകൾ ചിത്ര പാടിയിട്ടുണ്ട്. പലപ്പോഴും സിനിമാ ഗാനങ്ങൾക്ക് വേണ്ടിയാണ്. അതല്ലാതെ തന്നെ അതിലധികം അത്രയും തന്നെ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്ന് കാണാം, ലളിതഗാനമൊക്കെ ആയിട്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും വിവിധ സംസ്ഥാന സർക്കാർ പുരസ്കാരവും പലതവണ നേടിയിട്ടുണ്ട്. ദേശീയ അവാർഡ് 6 തവണയാണ് നേടിയിരിക്കുന്നത്. അതുപോലെ 2005 പത്മശ്രീ പുരസ്കാരവും ചിത്രയ്ക്ക് സമ്മാനിക്കുന്നു. 2021 പത്മഭൂഷൺ പുരസ്കാരവും കേസ് ചിത്ര നേടിയിട്ടുണ്ട്. 1963 ജൂലൈ 27 അധ്യാപകനും സംഗീതജ്ഞനുമായ കരമന കൃഷ്ണൻ നായരുടെ രണ്ടാമത്തെ പുത്രിയായിട്ടാണ് കേസ് ചിത്ര ജനിക്കുന്നത്. ആദ്യത്തെ പുത്രി KS ബീന, നല്ലൊരു പാട്ടുകാരിയായിരുന്നു. അമ്മ ശാന്തകുമാരി, അതുപോലെ ഗിത്താറിസ്റ്റ് ആയിട്ടുള്ള KS മഹേഷ് സഹോദരനും. ചിത്ര ജനിച്ച കുടുംബം സംഗീതജ്ഞന്മാരുടെ കുടുംബമാണ്. അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരു കൃഷ്ണൻ നായർ. പിന്നീട് കർണാടക സംഗീതം അഭ്യസിച്ചു. പ്രധാനമായും ഡോക്ടർ K ഓമനക്കുട്ടിയായിരുന്നു ഗുരുവായിട്ട് വന്നത്. തുടർന്ന് MG രാധാകൃഷ്ണൻ, ഓമനക്കുട്ടിയുടെ സഹോദരനായ MG രാധാകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ ആദ്യമായി സിനിമയിലേക്ക് അവസരം ലഭിക്കുകയാണ്. 1979 മലയാള സിനിമയിൽ പാടാൻ അവസരം ലഭിച്ചു. അട്ടഹാസം എന്ന ചിത്രത്തിൽ ചെല്ലം ചെല്ലം എന്ന് പറഞ്ഞൊരു ഗാനം പാടി. പക്ഷെ 1 വർഷത്തിന് ശേഷമാണ് ആ ചിത്രം പുറത്തിറങ്ങിയത്. അപ്പൊ അതിനു മുമ്പ് പുറത്തിറങ്ങിയ പത്മരാജന്റെ ഒരു ചിത്രമുണ്ട്, നവംബറിലെ നഷ്ടം. അരികിലോ അകലെയോ എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് കടന്നത്. യേശുദാസിനോടൊപ്പവും ഇളയരാജയോടൊപ്പമുള്ള അനേകം സംഗീത സദസ്സുകൾ ചിത്രയെ പ്രശസ്തയാക്കി എന്ന് വേണം പറയാൻ. 6 തവണ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് നേടിയ ചിത്രയെ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നാണ് പറയപ്പെടുന്നത്. ചിത്രയുടെ ശബ്ദം അത്രയ്ക്കും സ്വരമാധുര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യൻ വാനമ്പാടി എന്നും, ഫീമെയിൽ യേശുദാസ് എന്നും, ഗന്ധർവ ഗായിക എന്നും, സംഗീത സരസ്വതി എന്നും, ചിന്നക്കുയിൽ എന്നും, കന്നഡ കോകില എന്നും, പ്രിയ വസന്തി എന്നും ഒക്കെ അനേകം പേരുകളിൽ ചിത്ര അറിയപ്പെടുന്നു. SP ബാലസുബ്രഹ്മണ്യം കേസ് ചിത്രയും തമ്മിലുള്ള യുഗ്മഗാനങ്ങൾ സ്വരമാധുര്യത്തിന്റെ യഥാർത്ഥ പകർപ്പുകളാണ്. അതുപോലെ KJ യേശുദാസും കേസ് ചിത്രയുമായിട്ടുള്ള പാട്ടുകൾ. എഞ്ചിനീയറായ വിജയശങ്കറാണ് ചിത്രയുടെ ഭർത്താവ്. 1987 വിവാഹം. വളരെ സങ്കടകരമായ ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ടായി നമുക്കറിയാം. 15 വർഷത്തിന് ശേഷം കാത്തിരിപ്പിനൊടുവിലുണ്ടായ ഏകമകൾ നന്ദന 2011 ഏപ്രിൽ 14 ദുബായിൽ വെച്ച് ഒരു അപകടത്തിൽ മരിച്ചുപോയി. അനേകം തവണ അവാർഡുകൾ നേടി. പ്രത്യേകിച്ച് 1986 പാടറിയേൻ പഠിപ്പറിയേൻ, സിന്ധു ഭൈരവി തമിഴിലുള്ള
ആ പാട്ടിന് 1986 കേന്ദ്ര സർക്കാർ അവാർഡ് കിട്ടി. മലയാളത്തിന് 1987 നഖക്ഷതങ്ങളിലെ പാട്ട് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാപ്പി. അതുപോലെ തന്നെ 1989 വൈശാലി എന്ന ചിത്രത്തിലൂടെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. 1996 മാന മധുരൈ മിൻസാരക്കന എന്നാണ് തമിഴ് സിനിമയിലെ പാട്ടിന്. അതുപോലെ 1997 പാലേയം ചെൻ എന്ന് പറഞ്ഞ വിരാസത് ഹിന്ദിയിലെ ഒരു പാട്ടിന്. തുടർന്ന് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ തമിഴിലെ പാട്ടിന് 16 തവണ കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ നേടിയിട്ടുണ്ട്. 9 തവണ ആന്ധ്ര സർക്കാരിന്റെ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. 4 തവണ തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയിട്ടുണ്ട്. 3 തവണ കർണാടക സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ നേടി. അവാർഡുകളെക്കാളൊക്കെ ഉപരി അത്ര മധുരമായ പാട്ടുകളുടെ, നമ്മുടെ ഹൃദയത്തെ കുളിപ്പിക്കുന്ന പാട്ടുകൾ. കെ.എസ്. ചിത്രയുടെ ജന്മദിനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നൽകാൻ വരാം. അതോടൊപ്പം കെ.എസ്. ചിത്രയെ കുറിച്ച് കെ.എസ്. ചിത്രയുടെ കൂടെ സംഗീതത്തിന്റെ ഭാഗമായിട്ടുള്ള മനോജ് സാർ കെ.എസ്. കുറിച്ച് പറയുന്നത് കൂടെ നമുക്ക് കേൾക്കാം. മനോജ് സാർ. എല്ലാവർക്കും നമസ്കാരം. സാബു സാർ പറഞ്ഞ പ്രകാരം ഇന്ന് കെ.എസ്. ചിത്രയുടെ ഈ ജന്മദിനം നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ ഒരു അനുസ്മരണവും കെ.എസ്. ചിത്രയെ കുറിച്ച് 2 വാക്ക് പറയാനൊരു അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാബു സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പിന്നണി കലാകാരനായ ഞാൻ പിന്നണി കലാകാരനാണ്. ഞങ്ങളൊക്കെ ചിത്ര ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അത്ര ഹംബിളായിട്ടുള്ള ഒരാളാണ്. എല്ലാവരും ചിത്ര ചേച്ചി തന്നെയാണ് വിളിക്കുന്നത്, പ്രായമുള്ളവരടക്കം. കാര്യം അത്ര സുപരിചിതയാണ് ചിത്ര ചേച്ചി. അപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ 2 വാക്ക് പറയാൻ കിട്ടിയതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 1-2 പരിപാടിക്ക് ഞാൻ ചിത്രചേച്ചിയുടെ ഡ്രമ്മ് വായിച്ചിട്ടുണ്ട്, കോങ്കൺ ഡ്രം വായിച്ചിട്ടുണ്ട്. അതും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി എന്നൊക്കെ, പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരിയാണ് ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ. മഹാഗായികയാണ്. ഇത്ര ഹംബിളായിട്ടുള്ളൊരു കലാകാരി. എല്ലാവരുടെയും സ്നേഹവും ഒക്കെ ചിത്രയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു വലിയ കലാകാരിയാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായത്. ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ഒരു അത്രമാത്രം പാട്ടുകൾ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജുകളിലും, ഇനി പാടാത്ത ലാംഗ്വേജ് ഒന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. എല്ലാ ലാംഗ്വേജിലും ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്. ഞാൻ ചിത്ര ചേച്ചി റെക്കോർഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോ ഉണ്ട്, ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസരത്തിൽ ഞാനവിടെ പോയിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതൊരു തെലുങ്ക് ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു. പക്ഷേ ഞാൻ ആ സംഗീത സംവിധായകൻ പാട്ട് പറഞ്ഞ ഓരോ ലൈനും പഠിക്കുന്ന സ്പീഡ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്ര ഫാസ്റ്റാണ് ചേച്ചിക്ക് പാട്ടൊക്കെ പഠിക്കാൻ. ലിറിക്സ് ഒക്കെ എഴുതിയത് തെലുങ്ക് എല്ലാ ഭാഷയും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നല്ല ഡിക്ഷനാണ്, പ്രൊനൗൺസിയേഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിൻ്റെ എഴുതുന്ന പാഠപുസ്തകത്തിൻ്റെ മേലെ സ്വരം എഴുതാൻ അറിയാം ചിത്ര ചേച്ചിക്ക്, അത്ര സ്പീഡിൽ. അതുകൊണ്ടാണ് പാട്ടൊക്കെ അത്ര ഭംഗിയായിട്ട് പാടുന്നതും. റെക്കോർഡിംഗ് ബൂത്തിലൊക്കെ കയറിയാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കും. ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ പല രീതിയിലാണ് എടുക്കുന്നതെങ്കിലും പക്ഷെ അപാര സ്പീഡാണ്. പാട്ട് പഠിക്കാനും പാട്ട് പാടാനും ഒക്കെ ഉള്ള അപാര കഴിവാണ്. അതാണ് ഞാനറിയുന്ന ചിത്ര ചേച്ചി. അതുകൊണ്ട് ചിത്ര ചേച്ചിയെക്കുറിച്ച് വലിയൊരു ഇൻട്രഡക്ഷനോ അല്ലെങ്കിൽ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരുടെയും ഹൃദയത്തിലും മനസ്സിലും കാതുകളിലും ഒക്കെയുള്ള, കേരളത്തിൽ തന്നെ വളരെ അഭിമാനിക്കാൻ പറ്റിയ ഒരു കലാകാരി. ഇനി ഇതുപോലെ അപൂർവ ജന്മങ്ങളേ ഉള്ളൂ. ഇതുപോലൊക്കെ ഇനിയും അപൂർവ ജന്മങ്ങൾ വരട്ടെ. ചിത്ര ചേച്ചിയുടെ ഈ ജന്മദിനത്തിൽ ഇങ്ങനെ ഒരു 2 വാക്ക് പറയാനും ഒരു 1000 സ്നേഹാദരങ്ങളൊക്കെ പറയാനുള്ള ഒരു വേദിയായിട്ട് കൂടി ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനെ കാണുന്നു. എനിക്ക് ഈ അവസരം തന്ന സാബു സാറിന് പ്രത്യേകം താങ്ക് യു. നമസ്കാരം സാർ. താങ്ക് യു സാർ, താങ്ക് യു. വളരെ സന്തോഷം. കാരണം നേരിട്ട് കാണുകയും അല്ലേ, നേരിട്ട് അതുമായിട്ട് ചേർന്ന് ഒരേ സമയത്ത് വേദിയിലിരിക്കാനൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം. അതിനുള്ള കഴിവും സാറിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രാധാന്യം. ചിത്ര ചേച്ചിയോടൊപ്പം ചേർന്ന് ആ സ്റ്റേജിൽ നിൽക്കാൻ തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചിത്ര ചേച്ചിയെ കുറിച്ച്, കെ.എസ്. ചിത്രയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. മോഹൻദാസ് സാർ. സാർ, എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഒരു പാലക്കാട്
കോട്ടമൈതാനോട് ഒരു സംഗീത സദസ്സിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, അവരുടെ മുഖത്തുള്ള പ്രസാദം, മായാത്ത പുഞ്ചിരിയാണ് എപ്പോഴും. അതിന് നോ റീസൺ. ഈശ്വരൻ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇപ്പൊ സാബു സാർ അവർക്ക് കിട്ടിയ അവാർഡുകളുടെ നീണ്ട നിര വായിച്ചു. നമ്മള് മറ്റു പലരെയും കാണുമ്പോൾ എവിടുന്നെങ്കിലും ഒരൊറ്റ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്ലാസ് ഹൗസിന് അകത്താണ്, പുറത്ത് ജനങ്ങളോട് യാതൊരു അവസ്ഥയും ഇല്ലാതെ ഞാൻ ആരോ ആണെന്നുള്ളൊരു ധാരണ. തിരുവനന്തപുരത്ത് TM ജേക്കബ് സാറ് ജയിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ പോകുന്ന അതിൻ്റെ അടുത്തെങ്ങാണ്ടാണ്, ഏറ്റവും അടുത്താണ്. അപ്പോൾ ഒരവസരത്തിൽ സാറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇത്ര എളിമയുള്ളൊരു ഗായികയെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ സംസ്ഥാന ഏതെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ അവരോട് ഒരു ഗാനം ആലപിക്കാനോ അവർ വളരെ സിമ്പിളായിട്ട് ചെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാധാരണക്കാരൻ തൊട്ട് ഉയർന്ന പദവിയിലുള്ളവരോട് ഒരേ രീതിയിൽ പെരുമാറുന്ന അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ കിട്ടിയ ആ അവസരം, പുഞ്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള ആ സദസ്സിലെ അവരുടെ പുഞ്ചിരി നമുക്ക് ഒരു ടോർച്ച് അടിച്ച് നമ്മുടെ മുഖത്തേക്ക് കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. ഈശ്വരന്റെ അത്രയും അനുഗ്രഹം നേടിയ ഒരു കലാകാരി നമുക്കില്ല എന്നാണ് എൻ്റെ ബോധ്യം. ചെറിയ അറിവിന്റെ വെളിച്ചമേ എനിക്കുള്ളൂ. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയത്, ആ പുഞ്ചിരിയുടെ മുമ്പിൽ നമുക്ക് തന്നെ പ്രകാശം ലഭിക്കുന്നു. സാബു സാറേ നമസ്കാരം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് പറയാൻ ഒരവസരം കിട്ടിയതിന് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സാർ. മനോജ് സാറ് ദ സെയിം. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായും വളരെ സന്തോഷം മാത്രം. യെസ്, വേറെ ആർക്കെങ്കിലും? മോഹൻദാസ് സാർ, ചിത്രയെ കുറിച്ച്, ചിത്ര ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറയാം. ചേച്ചിയല്ല, അനീതിയൊക്കെ വരുന്നു. ഓക്കെ ഓക്കെ. മനോജ് സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ചേച്ചിയാണ്. കരമന നമ്മുടെ സ്ഥലമാണ്. കരമനയാണ് അവിടെയും വീട്. അപ്പോൾ കുഞ്ഞുകാണുമ്പോൾ നമുക്ക് കാണുകയും അവിടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു, മൂൺലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിലെ കൂട്ടുകാരൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ അവിടേക്ക് വരുമായിരുന്നു. പിന്നെ ഇത് പറഞ്ഞത് നമ്മുടെ കമോറ ഫൗണ്ടേഷന്റെ ഒരു അവാർഡ് തന്നെ ഉണ്ടായിരുന്നു. 2 വർഷം, കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലായിരുന്നു. അന്ന് മറ്റേ മുൻ സെക്രട്ടറി ജയകുമാർ സാറും ഗാനരചിതമായി ജയകുമാർ സാറും സാഹിത്യകാരനാണ് അതിന്റെ സമ്മാനദാനം ചെയ്തത്. അന്ന് വളരെ അടുത്ത് കാണാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും സഹായിച്ചു. നമുക്ക് കരമനയ്ക്ക് അതിന് അഭിമാനിക്കാവുന്ന ഒരു എന്താ പറഞ്ഞാൽ ഒരു പിന്നെ അഭിമാനമാണ്, കരമനയുടെ അഭിമാനമാണ്. പിന്നെ തമിഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൂടി ഇന്നലെയൊക്കെ വാട്സപ്പിൽ അത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ആ എളിമയും തന്നിട്ട് ഇതിലുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് AR റഹ്മാനാണ് അവരുടെ സാറ് പറഞ്ഞ ദുരന്തത്തിൽ നിന്നും അവർ വീണ്ടും അവരുടെ ഒരു വാക്ക് തന്നെ പറയുന്നുണ്ട്, ജീവിതം അവസാനിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് അവിടെ ഒന്ന് കയ്യേറ്റി കൊണ്ടുവന്നത് AR റഹ്മാൻ സാറിന്റെ സാമീപ്യവും സാറിന്റെ സന്ദർശനവും ആയിരുന്നു. അവിടെ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കയറി എന്ന് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ അവരുടെ അച്ഛനുമായിട്ടൊക്കെ പരിചയമുണ്ടോ? കരമനയാണല്ലോ ഞങ്ങൾക്ക് സ്കൂൾ ടൈമല്ലേ, ഇത്ര വലിയ ആ സമയത്ത് കണ്ടിട്ടുണ്ടാവണം എന്നുള്ളതല്ല. കുഞ്ചുവീട് പറഞ്ഞിട്ടുള്ള ആ ലൈനാണ്, ജഡ്ജി റോഡ് കുഞ്ചു റോഡ് എന്ന് പറയുന്ന കരമന ജംഗ്ഷനിലുള്ള അവരുടെ വീട്. അധ്യാപകനാണല്ലോ. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? രാജു സാർ, KS ചിത്രയെ കുറിച്ച്. ഞാൻ കഴിഞ്ഞ 10-40 വർഷം വിദേശത്തായിരുന്നുകൊണ്ട് KS ചിത്രയെ കാണാനോ കേൾക്കാനോ നേരിട്ട് കേൾക്കാനോ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ MG ശ്രീമാന്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണനാണ് KS ചിത്രയെ ഈ രംഗത്തെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ റേഡിയോയിലുള്ളതായ പ്രസംഗ ലളിതഗാനങ്ങൾ, അതാണ് ആദ്യമായിട്ട് ചിത്രം കടന്നു വരുന്നത്. അതിനുശേഷം സിനിമയിലും വരുന്നത് അതുപോലെ തന്നെ MG രാധാകൃഷ്ണന്റെ ഈണത്തോടുകൂടിയാണ്. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ നിശീതിനി പറയൂ എന്നുള്ള പാട്ടാണത്. ഞാൻ ഏകനാണെന്നുള്ള മധു നായകനായിട്ടുള്ള സിനിമയില് ആദ്യം പാടിയ പാട്ട്, അതൊക്കെ MG രാധാകൃഷ്ണന്റെ
ആക്ച്വലി എം ജി ഈ KS-ബിനേക്കാൾ ഏറെ പ്രസിദ്ധിയായിരുന്നത് അവരുടെ ചേച്ചി KS ചിത്രയേക്കാൾ പ്രസിദ്ധിയായിരുന്ന KS ബീന എന്ന പാട്ടുകാരിയായിരുന്നു. എന്നാൽ പിന്നീട് KS ചിത്ര മുകളിലേക്ക് വരികയാണ് ചെയ്തത്. കാരണം KS ബീന കുറച്ച് മാറിയിരുന്നു. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും MG രാധാകൃഷ്ണന്റെ മുമ്പിലാണ് KS ബീന എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. തീർച്ചയായും അത് എനിക്ക് പ്രത്യേകിച്ച്. എന്നാൽ അതേസമയം നമ്മുടെ സുജാത ചെറുപ്പത്തിലെ, അതായത് നമ്മുടെ കോളേജിലെ യൂത്തുകളിൽ 71-ലൊക്കെ അന്ന് ബേബി സുജാതയായിട്ട് ഈശ്വരത്തിന്റെ കൂടെ പാടിയത് ആ രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലാർന്നു വരികയാണ് ചെയ്യുന്നത്. ചിത്രയെ കുറിച്ച് എനിക്ക് അത്ര നേരിട്ട് പരിചയമില്ല. പാട്ടുകളെല്ലാം പാടണമെങ്കിൽ പാടാം. ഓക്കെ സർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ശുദ്ധോൻ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീകുമാരി മാമിനെ കുറിച്ച് പറയൂ. എനിക്ക് വലുതായി ചിത്രയെ പറ്റി അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരുമില്ലല്ലോ. നമ്മുടെ KS ചിത്ര എന്ന് വെച്ചാൽ വാനമ്പാടി. അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ജന്മനാൽ തന്നെ ഇഷ്ടമായ കഴിവുകളോടുകൂടെ ജനിച്ച ഒരാളാണ്. അവരുടെ ചേച്ചി, ഞാൻ ഒരിക്കലും മനോരമയിലാണെന്ന് തോന്നുന്നു, ചേച്ചിയും പാട്ടുകാരിയാണ് എന്നുള്ളത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കെല്ലാവർക്കും കേരളത്തിന്റെ വാനമ്പാടിയെ അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരാളാണ്. ഒരു അനുഗ്രഹീത കലാകാരി, അനുഗ്രഹീത ഗായിക. 1000-ലധികം ഗാനങ്ങൾ ആലപിച്ച് ആ മധുരമായ സ്വരലയം എല്ലാവരിലും ആഹ്ലാദം പകർന്ന് നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് KS ചിത്ര. അവരെ പറ്റി പറയുക എന്ന് വിചാരിച്ചാൽ നമുക്ക് അതിലേക്കുള്ള ഒരു എന്താ പറയാ, അഭിമാനിക്കാം അല്ലെ? നമുക്ക് അഭിമാനിക്കാം. നമുക്ക് അഭിമാനം തന്നെയാണ് KS ചിത്ര. ഈ വേദിയിൽ വന്നൊരു വാക്ക് പറയാനുള്ള അവസരം കിട്ടിയത് തന്നെ ഒരു അസുലഭ നിർവൃതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു അസുലഭ നിമിഷമാണ്. താങ്ക് യു സാർ, എനിക്ക് ഒരു അവസരം, ഒരു വാക്കെങ്കിലും പറയാനുള്ള ഒരു അവസരം തന്നതിന് നന്ദി സാർ. മനസ്സർ പോറായോ? 10 മിനിറ്റ് കൂടെ കാണും സാർ. എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇല്ല, ഇത് ഇപ്പൊ രാജു സാറ് പറഞ്ഞായിരുന്നു, ഞാൻ ഏകനാണിലെ രജനി പറയൂ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് MG രാധാകൃഷ്ണൻ സാറ് കമ്പോസ് ആണ്, രാജു സാറ് പറഞ്ഞിരുന്നത്. അതാണ് ഏറ്റവും ചിത്രയെ അങ്ങനത്തെ ഗായിക ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ അതിന് മുന്നേ ഏതോ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ രജനി പറയൂരിൽ കൂടിയാണ് ചിത്ര എന്നൊരു ഗായിക ഉണ്ടെന്ന് അത് MG രാധാകൃഷ്ണൻ സാറാണ് കറക്റ്റ് അത് കൊണ്ടുവന്നതും അങ്ങനെ ഒരു വേദിയിലേക്ക് കൊണ്ട്. അതിന് മുന്നേ തിരുവനന്തപുരത്തെ ചെറിയ ചെറിയ ഗാനമേള ട്രിപ്പുകളിലൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചിത്രയുടെ അച്ഛനായിരുന്നു ഏറ്റവും വലിയൊരു സപ്പോർട്ടർ. മകളെ ഏറ്റവും നല്ല ഗായികയാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പോകുന്നിടത്തെല്ലാം കൂടെ ഒരു നിഴലുപോലെ അച്ഛൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സൗഭാഗ്യം കൂടെ ചിത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു അനുഗ്രഹം. അച്ഛൻ അതുപോലെ കഷ്ടപ്പെട്ടും മെനക്കെട്ടും ഒക്കെയാണ് മകളെ വലിയൊരു ഗായിക ആക്കിയത്. അതൊരു പറയാതിരിക്കാൻ ഈ സന്ദർഭത്തിൽ അത് പറയുന്നതും നല്ലതായിരിക്കും. പിന്നെ KS ബീനയുടെ കാര്യം പറഞ്ഞു. KS ബീനയാണ് ആദ്യം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ പാടാൻ തുടങ്ങിയത്. പക്ഷെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ പാടാണ്ടായി. KS കുറച്ചു കാലം മുമ്പ് വരെ ബഹ്റിലുണ്ടായിരുന്നു, അവിടെ മ്യൂസിക് സ്കൂളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. റീസെൻ്റായിട്ട് എന്തുവാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ബീനയുടെ സ്കൂളിൽ മ്യൂസിക്കൊക്കെ പഠിപ്പിക്കാൻ പോയ 1-2 സുഹൃത്തുക്കളെ എനിക്കറിയാം. ഇപ്പം റീസെൻ്റായിട്ട് ആ സ്കൂളുണ്ടോ അത് നടത്തുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എന്തായാലും അവരെല്ലാം സംഗീതമായിട്ട് തന്നെ വലിയ ഇപ്പം ബ്രദറിൻ്റെ കാര്യം പറഞ്ഞു, ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ചിത്രയുടെ മാനേജർ ആയിട്ട് കുറേ കാലം ബ്രദർ കൂട്ടത്തിലുണ്ടായിരുന്നു തുടക്കകാലത്ത്. എല്ലാം മാനേജിങ് ഷോകളും അതുപോലെ ഇവർക്കൊക്കെ മാനേജേഴ്സും ആണല്ലോ. അത് മഹേഷായിരുന്നു കുറേ കാലം നടത്തിക്കൊണ്ടിരുന്നതിന്. എപ്പോഴും ഉണ്ട്, രംഗത്തുണ്ട്. അവരെല്ലാവരും മദ്രാസിലാണ് ഉള്ളത്. പല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിത്രയുടെ ഹസ്ബൻഡും ഒരു നല്ല ബിസിനസ്മാനാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹവും എല്ലാവരുമായിട്ടൊക്കെ വളരെ സൗഹൃദം ഒക്കെയുള്ള ഒരു ആളും കൂടെയാണ്. അപ്പം ഇതൊക്കെയാണ് സാബു സാറേ. ഓക്കെ, സോ പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പം ഇപ്പോൾ ചിത്ര പാടുന്ന പാട്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ത് റേഞ്ചാണെന്ന് നമുക്ക് നോക്കാം അല്ലെ? എത്ര വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ചിത്രയുടെ പാട്ടുകളിലൂടെ കടന്നു പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രയുടെ പാട്ടുകൾ പാടണമെങ്കിൽ ഞാൻ കുറച്ച് പാട്ടുകൾ
PPT ആക്കിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പാട്ടുകൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ അവാർഡ് കിട്ടിയ 87 അവാർഡ് കിട്ടിയ നഗക്ഷതങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിലെയാണ്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി. പാടുന്നേ? ഞാൻ നോക്കാം. പാടും. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി ഇന്നെന്റെ മുറ്റത്തെ പൊന്നോണ പൂവേ നീ വന്നു ചിരി വന്നു ചിരി തൂകി നിന്നു മഞ്ഞ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുത്തച്ചു. ഫുള്ള് പാടണം. ഓക്കെ, പഠിക്കും. ബാക്കി ആരെങ്കിലും പാടുന്നു? ബാക്കി ആരെങ്കിലും പാടുന്നു? സെക്കൻഡ് സ്റ്റാൻസ. കുന്നുമണി പഠിക്കോ? കണ്ടിന്യൂസ് പഠിക്കും. സാറേ, ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. സ്റ്റാൻസ് ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടാം. കുന്നുമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ കട്ടെടുത്തു. ഞാൻ കട്ടെടുത്തു അന്തിമയം നേരത്തെ നീയൊന്നും മിണ്ടാതെ ക്ലിയർ അല്ല വേർഡ്സ്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുട്ടി ഇന്നെന്റെ മുറ്റത്തെ പൊന്നോണ പൂവേ നീ വന്നു വന്നു ചിരി. ഇടയ്ക്ക് സൗണ്ട് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നു. അടുത്തത് വൈശാലി എന്ന് പറഞ്ഞിട്ട് ഇത് അവാർഡ് കിട്ടിയ സിനിമയാണ്. ഹിന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. ജോസഫ് സാർ അല്ല, കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ചിത്രയെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ പാട്ട് വിശേഷത്തിന്റെ എപ്പിസോഡ് 55 എത്തി നിൽക്കുമ്പോൾ ഞാനില്ലെങ്കിൽ തന്നെയും നിങ്ങൾ അത് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം. സന്തോഷമുണ്ട് ഒത്തിരി. ചിത്രയെ കുറിച്ച് സംസാരിച്ചിരുന്നോ? ഞാൻ എന്തെങ്കിലും പറയണോ? അതുപോലെ നമുക്ക് ഓർക്കാനുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. എനിക്ക് 5 മിനിറ്റ് ഇടയ്ക്ക് പാട്ടിന്റെ ഇടയ്ക്ക് തന്നാൽ മതി. ചിത്രയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അച്ഛൻ കരമന കൃഷ്ണൻ നായരുടെ നിഴലായിട്ട് ചേർന്ന് നിന്ന് വളർന്നു വന്ന പെൺകുട്ടി ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ഗായകരിൽ, എണ്ണപ്പെട്ട ഗായകരിൽ ഒരാളായി തീർന്നു. അത് അവരുടെ കഴിവും പരിശ്രമത്തിൻ്റെയും ഡെഡിക്കേഷൻ്റെയൊക്കെ ഫലമാണ്, അല്ലേ? ഇത്ര സിമ്പിളായിട്ടുള്ള പെരുമാറ്റം, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ഇതൊന്നും മലയാളിക്ക് മറക്കാൻ കഴിയില്ല. എത്രയോ ഭാഷകളിൽ ഏതാണ്ട് 25,000-ൽ പരം, കൂടാതെ മറ്റ് ഗാനങ്ങളാണെങ്കിൽ 7,000-ലൊക്കെ പരം പാട്ടുകൾ പാടിയ, നിരവധി അവാർഡുകൾ, ദേശീയ അവാർഡുകൾ, ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ നേടിയ ഗായിക എന്നൊക്കെ വിശേഷണങ്ങൾ പറയാവുന്ന ചിത്ര. ആ പാട്ട് കേട്ട് എത്ര മനോഹരമായിരുന്നു, അല്ലേ? നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ഹൃദയാവർജകമായ ആ ഗാനശൈലി നമുക്ക് മറക്കാൻ കഴിയില്ല.
കേരളം ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നെഞ്ചേറ്റി നടന്നു. ഇപ്പോ പാട്ടുകൾക്ക് ഇച്ചിരി പ്രത്യേകതകളൊക്കെ വന്നു. ഈ സ്വരമാധുരിയും ശൈലിയും ഒന്നും വേണ്ട എന്നൊരു ചിന്താഗതിയൊക്കെ വന്നത് കൊണ്ടാണ് ഇവരൊക്കെ മാറ്റി നിർത്തപ്പെടുന്നത്, സുജാതയും ചിത്രയും ഒക്കെ. എങ്കിലും അവരുടെ സ്വരമാധുരി നമ്മളെ കീഴ്പ്പെടുത്തുന്നതാണ്. പിന്നെ മറ്റൊരാള് പറയാൻ ഞാൻ ആഗ്രഹിച്ചത് കേസർ ബായി കർക്കർ എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി ഗായികയെ കുറിച്ചാണ്. അത് നമുക്കൊരു 2 പാട്ട് കഴിഞ്ഞിട്ട് പറയാം. ഇതിലൊരു തടസ്സം ഞാൻ സൃഷ്ടിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ ചെയ്തോളൂ സാബു സാർ. താങ്ക് യു സാർ. അടുത്ത പാട്ട് ഇന്ദുപുഷ്പം ചൂടി, ബോംബെ രവിയുടെ മ്യൂസിക്കില് ONV കുറുപ്പിന്റെ രചനയിലുള്ളൊരു പാട്ടാണ്. മിയാൻ മൽഹർ എന്ന് പറയുന്ന രാഗത്തില് വൈശാലി നിമിഷം. ആരെയും പാടുന്നേ? പാടുമായിരുന്നു. പാടിക്കും. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂപ്പുടവ ചാർത്തിയ രാത്രി, കഞ്ചപാണൻ അരികിലെത്തി, കഞ്ചലെ നിന്നി പഞ്ചീര തൊട്ടുണർത്തി. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂപ്പുടവ ചാർത്തിയ രാത്രി. വേറെ ആരും പെണ്ണുങ്ങൾ ആരെങ്കിലും പാടോ? കുറെ സ്വരങ്ങളൊക്കെ. അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് ബാലേട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയിലെ നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. സിമ്പിളായിട്ട് പാടാം. ആരാ പാടുന്നേ? ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കായി മൺവിളക്കൂരിയില്ലേ, കാറ്റൻ മൺവിളക്കൂരിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂരിയില്ലേ, കാറ്റൻ മൺവിളക്കൂരിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇതിന്റെ കണ്ടിന്യൂഷൻ പാടാമോ? ദൂരെ നിന്നും പൊൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, ദൂരെ നിന്നും ആരും വിളിച്ചില്ല, കാണാൻ കണ്ണീരിൽ കാവലും ആരും തുടച്ചില്ല. ചന്ദനപ്പൊന്നയിൽ എന്നെ അച്ഛനെറിയുമ്പോൾ മച്ചകത്തെങ്ങോ കളിക്കുന്ന തരങ്ങൾ. ഇന്നലെ എന്റെ നെഞ്ചിലെ മഞ്ഞു പൊൻവിളക്കൂരിയില്ലേ, കാറ്റിൻ മൺവിളക്കൂരിയില്ലേ, കാറിന്റെ മുറ്റത്തെ മുല്ല പോട്ടൊക്കെ നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരു പാട്ട് പേണി ഇഗ്നീഷ്യസിന്റെ കേസ് ചിത്ര പാടിയ ഒരു പാട്ടാണ്. വെട്ടം എന്ന് പറഞ്ഞൊരു സിനിമയില് ആരെങ്കിലും പാടുന്നവരുണ്ടോ? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടി നിൻ കുടക്കീഴിൽ ഞാൻ വന്ന നാൾ കാറ്റാലേ. യെസ്, ആർക്കെങ്കിലും അറിയാമോ? ഇച്ചിരി പാടാൻ ബുദ്ധിമുട്ടുള്ള. ഓക്കെ, അടുത്ത പാട്ടിപ്പം ഈ പാട്ട് പാടാൻ പറ്റും എല്ലാവർക്കും. ഓ സൈനബ
അഴകുള്ള സൈനബ. ഓമന മാം വരണ്ടല്ലോ. സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവു പോലെ വന്ന് എന്തിനാണു നീ? ഓ സൈനബ അലിവുള്ള സൈനബ അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? മാനല്ല ഞാൻ ഇളമാനല്ല ഞാൻ ഇളം തൂവൽ കൊണ്ടു കൂടു തീർക്കും അല്ലിത്തേൻകിളി. ഓ സൈനബ 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 പെരുന്നാൾ നിലാവ് കൊണ്ടൊരുമാൽ തീർത്ത സൈനബ ഞാൻ അരളിമാല കൊണ്ടു നിന്നെ കെട്ടിയിട്ടാലോ? പെരുന്നാൾ നിലാവ് കൊണ്ടൊരുമാൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്ക് വേണ്ടി കോർത്തെടുത്തല്ലോ. ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്ന് സ്വന്തമാക്കുമെൻ സൈനബ. ഓ സൈനബ. ഇതൊരു ഡ്യൂറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെ? യേശുദാസും ചിത്രയും കൂടെയാണ്. അതെ അതെ, രണ്ടുപേരും കൂടെ പാടിയിരുന്നു. അത് ആ ഒരു ലിറിക്സ് കാണുമ്പോൾ ഓക്കെ, ഞാനത് ശ്രമിച്ചതാണ്. ഇനി പാട്ടിലേക്ക് പോകാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞോട്ടെ. അതായത് ഈ ജൂലൈ മാസം കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ലോക പ്രശസ്ത എന്ന് പറയാവുന്ന ഒരു ഗായികൻ വളരെ 45 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞതാണ്. കേസർബായി കെർക്കർ എന്നാണ് അവരുടെ പേര്. കേസർബായി കെർക്കർ. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ടും അവരെ നമ്മൾ ഓർക്കാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇവരൊരു ഗ്രേറ്റ് ഹിന്ദുസ്ഥാനി വോക്കലിസ്റ്റാണ്, വായ്പാട്ടുകാരിയാണ്, ഹിന്ദുസ്ഥാനി. എന്തുകൊണ്ടായിരിക്കും? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ച് പരിചയമുണ്ടോ കേസർബായി കെർക്കറെ കുറിച്ച്? അവരുടെ വോയിസ് ഇല്ല, അവരുടെ വോയിസ് നമ്മുടെ അമേരിക്കയിലെ അസ്ട്രോട്സിനുള്ള ഒരു പേടകത്തില് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. ഗ്രേറ്റ്. താങ്ക് യു സർ. അതായത് വോയേജർ, നാസയുടെ വോയേജർ നക്ഷത്രങ്ങൾക്കിടയിൽ, അതായത് ഇന്റർ സ്റ്റാർ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇടയിലുള്ള അല്ലെങ്കിൽ നക്ഷത്രാന്തര കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നാസയുടെ ഒരു പ്രോജക്റ്റാണ് വോയേജർ. വോയേജർ 1 ഉം 2 ഉണ്ട്. അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ നമുക്കിവിടെ പറയേണ്ടത് എന്തുകൊണ്ട് കേസർബായി കെർക്കർ ഇവിടെ സ്മരിക്കപ്പെടണം എന്നുള്ളതാണ്. അവരുടെ വോയിസ് ഈ വോയേജറിൽ ഒരു പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരമാണ് ഭൂമിയിലുള്ള ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഈ പേടകത്തിൽ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഇത് നക്ഷത്രാന്തര ഗവേഷണം നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് നമ്മൾ വേറൊരു ഗ്രഹത്തില് ജീവനുള്ള ഒരു ഗ്രഹവുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായാൽ അവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കില്ലേ? അവർക്ക് ഭൂമിയെക്കുറിച്ച് ഒരു ഗ്രാഹ്യം കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മൾ കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. എങ്കിലും അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ ലോക പ്രശസ്തരായ സംഗീതജ്ഞരുടെ മൊസാർട്ട് സംഗീതമുണ്ട്, ബീതോവൻ, അവരുടെയൊക്കെ ഒപ്പം ചേർക്കപ്പെട്ട ഒരു അപൂർവമായ ശബ്ദത്തിന്റെ ഉടമയാണ് കേസർബായി കെർക്കർ എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനിയിലെ ജയ്പൂർ അട്രോളി ഘരാന ആ സ്റ്റൈലിലാണ് അവർ പാടിയത്. ഭൈരവി രാഗത്തിൽ പാടിയ ഒരു ഗാനമാണ് ആ റെക്കോർഡിംഗ്, ഗോൾഡൻ റെക്കോർഡ്സ് എന്നാണ് പറയുക, അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാങ്കേതികതയും അതുപോലെ തന്നെ ആഴമേറിയ ഡീപ്പ് ഇമോഷണൽ ടച്ച് ഉള്ളതാണ്. ആഴമേറിയ വൈകാരിക ഭാവങ്ങളും സമന്വയിപ്പിച്ചാണ് അത് പാടുന്നത്. വളരെ പർട്ടിക്കുലറാണ്, പെക്കൂലിയറാണ്. അതുകൊണ്ടാണ് അവർ ജനിച്ചത് ഗോവയില് പേരി വില്ലേജിൽ 1892 ജൂലൈ 13-ാം തീയതിയാണ്. പ്രശസ്തരായ സംഗീതജ്ഞരിൽ നിന്നും പരിശീലനം നേടി നിരവധി അവാർഡുകൾ കിട്ടി. പത്മഭൂഷൺ 1969 സംഗീത അക്കാദമി ഫെലോഷിപ്പ് 55
അങ്ങനെ നിരവധി സംഭാവനകൾ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന് നൽകി തലമുറകളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് കേസർബായി കർക്കർ. അവരുടെ ഗോൾഡൻ വോയിസ് സേവ്ഡ് ഇൻ ദി ഗോൾഡൻ റെക്കോർഡ് ഇൻസൈഡ് നാസയുടെ വോയേജറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഭൂമിയിലുള്ള വോയിസ്, ഫോട്ടോ, ഇമേജ് ഇങ്ങനെയുള്ളതൊക്കെ അവിടെ കരുതിയിട്ടുള്ള കൂട്ടത്തിൽ ഇവരുടെ ശബ്ദവും ഉണ്ട്. കാൾ സാഗൻ എന്ന ശാസ്ത്രജ്ഞന്റെ ഐഡിയ ആയിരുന്നു ഇത്. എന്നെങ്കിലും നമ്മൾ അന്യഗ്രഹവുമായിട്ട് ജീവികളുള്ള അന്യഗ്രഹവുമായിട്ട് ബന്ധപ്പെടാൻ ഇടയായാൽ അവർക്കൊരു ഇന്ററാക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഐഡിയ കിട്ടുന്നതിന് വേണ്ടി 1977 വോയേജർ 1 ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നു. അതേ വർഷമാണ് അവർ മരിക്കുന്നത്. ഇതൊരു കോയിൻസിഡൻസ് പോലെ നമുക്ക് കാണാം. വോയേജിലുള്ള മ്യൂസിക് ആൽബത്തിൽ ഒരേ ഒരു ഇന്ത്യൻ സംഗീത പ്രതിഭയുടെ ശബ്ദമേ ഉള്ളൂ. ഒരേ ഒരു ഇന്ത്യൻ സംഗീത പ്രതിഭ, അതാണ് കേസർബായി കർക്കർ. അവരുടെ എൻചാൻറ്റിങ് സിംഗിങ് സ്കില്ലാണ് അതിന് കാരണം. സുശ്രീ എന്നാണ് അവരറിയപ്പെടുന്നത്. ഈ പേര് സുശ്രീ എന്നുള്ള പേര് കൊടുത്ത് ടാഗോർ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ടാഗോറിന് ഇവരുടെ സംഗീതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഭൈരവി രാഗത്തിലാണ് ആലപിച്ചത്. ജത് കഹാൻ ഹോ അഖേലി ഗോഡി, വേർ ആർ യു ഗോയിങ് എലോൺ ഗേൾ, പെൺകുട്ടി നീ ഒറ്റയ്ക്ക് എവിടെയാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ഗാനമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജത് കഹാൻ ഹോ അഖേലി ഗോരി, വേർ ആർ യു ഗോയിങ് എലോൺ ഗേൾ. ഓക്കെ, ദ സൗണ്ട്സ് ഓഫ് എർത്ത് എന്നാണ് ആൽബത്തിന്റെ പേര്. ആൽബത്തിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 47 വർഷങ്ങളായി ഈ ലോകം വിട്ടുപിരിഞ്ഞിട്ടും അവർ നമ്മൾ ഇന്നും ഓർക്കുന്നു, ഇനിയും ഓർക്കും. ഈ യൂണിവേഴ്സ് ഓർക്കും. ഈ പ്രപഞ്ചം എപ്പോഴെങ്കിലും മറ്റ് അന്യഗ്രഹജീവൻ അവരുടെ ശബ്ദം കേൾക്കുമായിരിക്കാം. കേൾക്കുകയും ചെയ്യാതിരിക്കട്ടെ, നമുക്കവരെ സ്മരിക്കാം. താങ്ക് യു. കേസർബായി കർക്കർ. താങ്ക് യു. പാട്ടുകൾ തുടർന്നോളൂ. ചിത്രയുടെ ഗാനങ്ങൾ തുടരാം. ഒരു പാട്ട് പാടട്ടെ? തീർച്ചയായും. നോക്കത്താത്ത ദൂരം കണ്ടിട്ട് ചിത്ര പാടി നമ്മളെ പൈങ്കിളി മരത്തെങ്കി പൈങ്കിളി മരത്തെങ്കി പൈങ്കിളി മരത്തെങ്കി തീരം തീരുന്നു പൈങ്കിളി മരത്തെങ്കി പൈങ്കിളി മരത്തെങ്കി പൈങ്കിളി മരത്തെങ്കി പോയതാരിൻ വന്നു പോയതാരിൻ പൈങ്കിളി മരത്തെങ്കിളി വീണതാരിൻ വന്നു പോയതാരിൻ ഭൂമിയിലെ നീവരും വസ്തുരം തീരം പൈങ്കിളി മരത്തെങ്കി പൈങ്കിളി മരത്തെങ്കി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മളുടെ ലിസ്റ്റില് നമുക്ക് 2 പാട്ടും കൂടെ ഉണ്ട്. വേറെ ഏതെങ്കിലും പാട്ട് പാടണമെങ്കിൽ തീർച്ചയായിട്ടും ചിത്രയുടെ പാടണമെങ്കിൽ പാടാം. ഇത് കളഭം തരാം എന്ന് പറയുന്ന ഒരു പാട്ടാണ്.
വടക്കുംനാഥൻ എന്ന് പറഞ്ഞ ഒരു ഇതാർക്കെങ്കിലും പാടാമോ? ആർക്കെങ്കിലും പാടാൻ പറ്റും? മുഴുവനൊന്നും അറിയില്ല സാർ. ബാക്കി വേറെ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? അതിനോട് പാടും. കളപം തരാം ഭഗവാനൻ മനസ്സും തരാം, കളപം തരാം ഭഗവാനൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടൊന്നും ചെയ്യിക്കാം, കളപം തരാം ഭഗവാനൻ മനസ്സും തരാം. അത്രേ കിട്ടുള്ളൂ. ബാക്കി ഓക്കെ 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 താങ്ക് യു. ഒരു പാട്ടും കൂടെ, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ്, ഓർക്കുന്നുണ്ടോ? രാമായണക്കാറ്റ് എന്ന് പറയുന്ന ശ്രീകുമാർ, എം.ജി. ശ്രീകുമാറും ചിത്രയും മിനിയൊക്കെ കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ട്, അഭിമന്യു. ഒരു കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ട്. രാമായണക്കാറ്റേ എന്തിലാംബരിക്കാറ്റേ. ശ്രീമാരി മാം പാടിക്കണം. രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, കുങ്കുമം പെയ്യുമീ വേളയിൽ, രാഖിബന്ധങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ. ഫാസ്റ്റ് ആയിട്ട് പാടി, ഫാസ്റ്റ് ആയിട്ട് പാടിയാ ശരി. രാമായണക്കാറ്റേ ഫാസ്റ്റ് ആയി. രാമായണക്കാറ്റേ അങ്ങനെ പാടിക്കോ, കിട്ടും. ബരിക്കാറ്റേ ഞാൻ പാടാം. രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ. വേറെ ആരെങ്കിലും പാടും? തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ, രാഖിബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരും രാമായണക്കാറ്റേ. രാമായണക്കാറ്റേ നീലാംബരിക്കാറ്റേ. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട്. ഓക്കെ, കുഴപ്പമില്ല, അത് പാടണ്ട, അത് പാടി എത്തൂല. പൂമാനമേ എന്നുള്ള പാട്ട് പാടിയോ ആരെങ്കിലും? ഇല്ല ഇല്ല, പാടിയിട്ടില്ല. ഞാൻ ഒരു രാഗമേഘം ഒരു രാഗമേഘം ഉയരാൻ ഒഴുകാനഴകിയനും പൂവാനമേ, ഒരു രാഗമേഘം കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോ വീണയായി മണിവീണയായി വീതിയായി കുളിർവാഹിയായി മനമൊരു സ്തുതിയായി പൂമാനമേ, ഒരു രാഗമേഘം പതുങ്ങി വരും മധുമാസം, മണമരുളും മലർമാസം, നിറങ്ങൾ പെയ്യുമ്പോ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ, ഒരു രാഗമേഘം
പോകാനഴകിയാലും പൂമാനമേ ഒരു രാഗമേഘം. താങ്ക് യു. യെസ്, ഇതുപോലെ വേറെ ഏതെങ്കിലും പാട്ട് പാടാനുണ്ടെങ്കിൽ പാടിക്കോളൂ കേട്ടോ, അറിയാവുന്ന പാട്ടുകൾ. ഏതോ പറഞ്ഞത് ആരോ ഓമനമെന്നാണ്. ആ തെച്ചിമന്താരം യെസ് യെസ്, പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. തെച്ചിമന്താരം പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മയപ്പേലെ ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകൾ ചുറ്റിക്കൊണ്ടും മണിക്കുഴലോടെ കൊണ്ടും കണി കാണേണം. തെച്ചിമന്താരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. കണി കാണേണം കണ്ണ കണി കാണേണം. അഗതിയാമടിയന്റെ അശ്രു വീണു കുതിർന്നോരി അവിൽ പോരി കൈക്കൊള്ളുവാൻ കണി കാണേണം. വാകച്ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നൊരുടൽ കാണേണം. തെച്ചിമന്താരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. ഓക്കെ, വേറെ ഏതെങ്കിലും പാട്ട്? പഠിക്കും. ചിത്രപാടിയ പാട്ടാണല്ലോ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പിന്നിലും പൂവിലും മണ്ണിലും മണ്ണിലും പിന്നിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. നീരജശ്യാമള നീലനഭസ്സൊരു ചാരു സരോവരമായി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും നിന്റെ വരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും നിന്റെ വരങ്ങളായി മാറി. ജീവനിൽ നിന്നും ഒരജ്ഞാത ജീമൂത നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നേ മറന്നു ഞാൻ പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കാ? ബിന്ദു രാജ് പാടുന്നോ? ഈ പാട്ട് പാടാനായിട്ട് മുന്നോട്ട് വന്ന ഓമനെ നമുക്ക് അഭിനന്ദിച്ചേ ഒരു പറ്റും. വളരെ പാടിയുള്ള പാട്ടാണ്, വളരെ നേരമെങ്കിലും ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ
ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തുപോകും അടിയന്റെ ഉള്ളിലും എപ്പോഴും മായാതെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. താങ്ക് യു. കേൾക്കാറുന്നോ? കേൾക്കാരോ? നല്ല പാട്ടായിരുന്നു. കേട്ടു. ഈ വേറെ ആർക്കെങ്കിലും പാടാനുണ്ടോ? എല്ലാവർക്കും പാടാൻ പറ്റിയൊരു പാട്ട് ഞാൻ പറയാം. കണ്ണാൻ തുമ്പി പോരാമോ? പാടിയോ എല്ലാരും? ആരെങ്കിലും? ഇല്ല, പാടിയില്ല. പോരാമോ ലിറിക്സ് വരും. ലിറിക്സ് വരും സർ. പാടിക്കോളൂ. ലിറിക്സ് വരും. നോക്കട്ടെ. പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പഠിക്കും. കിളിമരത്തണലോരം എന്നോടിഷ്ടം കൂടാമോ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ വെള്ളാം കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി കുന്നിക്കുരുക്കുരി നുള്ളിപ്പറിച്ചിടും കുന്നിക്കൊടുത്തൊരു മാല തീർക്കാം തിങ്കൾ കിടാവിനെ മേലോട്ടെടുക്കുന്ന ചന്ദ്രകലാമാനെ കൊണ്ടെത്തരാം പുഞ്ചിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ കാലം. താങ്ക് യു. വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പഠിക്കൂ. ചിത്രയുടെ പാട്ട്, ഏതെങ്കിലും പാട്ട്. കണി കാണും നേരം ഞാൻ പാടട്ടെ എന്നാ. കണി കാണും നേരം ആയിക്കോട്ടെ. 4 വരിയേ. ഓക്കെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേഹം മഞ്ഞത്തൂൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. വെരി ഗുഡ്. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാലോ അല്ലേ? ആ ഗ്രൂപ്പില് ഞങ്ങളത് ജോയിൻ ചെയ്തോണം. അല്ലാത്തവരെ നമ്മൾ അതിൻ്റെ അകത്ത് ഗ്രൂപ്പിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് നമുക്ക് പാട്ടുകൾ പാടാനും പാട്ട് സെലക്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്നും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സിൽ ഇടാം. അതനുസരിച്ച് ഒന്ന് ജോയിൻ ചെയ്തോണം കേട്ടോ. അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാലും മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് ചാറ്റ് ചെയ്തായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ജ്യോതികുമാർ സാർ ഒരു പാട്ട് പാടും.
കിടന്നാട്ടെ. സമയം ലേറ്റ് ആയി. ജോസഫ് ജോൺ സാർ ലേറ്റ് ആയിപ്പോയി. സാബു സാർ ലേറ്റ് ആയിപ്പോയി, വേറൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ്. എന്നാലും ഒന്ന് കയറി നോക്കിയതാ, തീർന്നിട്ടുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ എപ്പോഴും നമുക്ക് കയറാലോ ഇവിടെ. കാക്കേ കാക്കേ ഒരു കൂടെ ഇവിടെ ഒരു പാട്ട് പാടും. പാടത്തെ ഏത് പാടുവേ? ഏത് വേണം? ആ, രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണീയൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി, രാഗിണീയൻ മാനസത്തിൽ രാഗവേദന മഞ്ജരി. വെള്ളിമണി തിരയിളകി തുള്ളിയാടും കാറ്റിടറി, പഞ്ചാരമലങ്കരിയിൽ പൗർണമിതൻ പാലൊഴുകി. ജീവന്റെ ജീവനിലെ ജലതരംഗ വീജികളിൽ പ്രേമമയീ പ്രേമമയീ നിന്നോർമകൾ തൻ തോണികൾ തിരയൊഴുകി. രാക്കുയിലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി. അടിപൊളി. ഞാനും പങ്കെടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പാട്ട്. പിന്നെ ഒരു വടക്കൻ പാട്ടുണ്ട്, കളരി വിളക്കു തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നെഞ്ഞാനും വന്നതാണോ, മാനത്തു നെഞ്ഞാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ എന്നൊരു പാട്ട് ചിത്രയുടെ ആയിട്ടുണ്ട്. ആരെങ്കിലും പാടുന്നുണ്ടോ? കളരി വിളക്കു തെളിഞ്ഞതാണോ, Thank you. ജോസഫ് സാർ പറഞ്ഞില്ലേ ഗോൾഡൻ സൗണ്ട് എന്ന് പറഞ്ഞേ, സൗണ്ട് ഓഫ് എർത്ത് എന്ന് പറയുന്നതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ. അത് കേൾക്കാം, അത് കേൾക്കാം. വോയേജറിലുള്ള ഒരു പീസാണ് അല്ലേ? ഗോൾഡൻ റെക്കോർഡാണ്. ഗോൾഡൻ റെക്കോർഡിൽ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള സൗണ്ടിന്റെയും ചില ഭാഗങ്ങൾ അതിനകത്ത് ചേർത്ത്. താങ്ക് യു. നമ്മൾ പറഞ്ഞ ആ ഗായികയുടേത് വേറൊരു പീസിലായിരിക്കും, വേറൊരു ആൽബത്തിലായിരിക്കും എന്ന് കരുതാം. ഇതിലില്ലല്ലോ. അതെ, ഏതാണെന്നറിയില്ല, ഇതിനകത്തുണ്ടോന്ന് അറിയില്ല. ഇത് പല ജീവികളുടെയും പിന്നെ കൊച്ചു കരയുന്നവരുണ്ടല്ലോ, കരയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോർഷൻ ആണ് എന്ന് പറയാം. ഇതുപോലെ ഒത്തിരി റെക്കോർഡ്സ് ഉണ്ടായിരിക്കാം. അതിലായിരിക്കാം നമ്മുടെ കേസർബായിയുടെ
പാട്ടും ഉള്ളത്. മൊസാർട്ടുണ്ട്, ബീതോവിന്റെ സംഗീതമുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗോൾഡൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സാർ. അതായത് അതിലേക്ക് വീണ്ടും ഒന്നുകൂടെ കൊണ്ടുപോയി ഓർമ്മിക്കാൻ സാറ് പറഞ്ഞ വലിയൊരു അറിവാണ്. കാരണം എന്ന് വെച്ചാല് ആ. ഞാൻ കേട്ടിട്ടില്ല അത്. കേസർബായി കർക്കർ എന്ന് പറയുന്ന ഗായികയെ കുറിച്ച് നമ്മൾ അറിയണം. ഗോൾഡൻ റെക്കോർഡ് ഇൻസൈഡ് വോയേജർ. അതുപോലെ വേറൊരു സൗണ്ട് ഉണ്ട് സാറേ. നമ്മള് ആമസോൺ കാട്ടിലൂടെ ഡ്രോൺ हमारा केसर पवार भाई जी गीत जो चे आसमान छोड़ो बुलंदियों छोड़ो बहुत അതാണ് കേസർബായി. ആ ശരി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്ന് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ നമ്മള് ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് മനോജ് സാർ ഉള്ളായിരുന്നുണ്ട്. സാറുമായിട്ട് ചിത്ര ചേച്ചിയായിട്ട് ചേർന്ന് നടത്തിയ കോമ്പോസിഷനെ കുറിച്ചും 2-3 ലൈവ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തതിന്റെ വിശേഷങ്ങളൊക്കെ ആദ്യമേ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ല സാറ് നേരത്തെ പോയോ? നേരത്തെ പോയത്. കേൾക്കാൻ പറ്റിയില്ല. വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നേരത്തെ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ സാറുള്ളത് കൊണ്ട് സാർ അതിന്റെ സ്റ്റാർട്ടിങ് എല്ലാം കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും ഒക്കെ നൽകി. നല്ലോണം പാട്ട് പാടാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പാട്ടുപാടി എല്ലാവർക്കും ഒരു ഗ്രാൻഡ് സല്യൂട്ട് തരാം അല്ലേ? ഏതായാലും ഞാൻ വൈകിയാണ് വന്നെങ്കിലും വൈകി വന്നു കഴിഞ്ഞാൽ പെനാൽറ്റി അടിക്കും കേട്ടോ. വൈകി വന്നാൽ പെനാൽറ്റി അടിക്കും. പെനാൽറ്റി അല്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇന്ന് പതിവിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു തോന്നുന്നു. സത്യത്തില് ഞാന് ഷൈല മാമിനെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ഈ 2 പാട്ട് പാടണമെങ്കിൽ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ആകെ ഉണ്ടായിരുന്ന സ്നേഹലത മാമ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പിന്നെ ശിവകുമാരി മാം വന്നു, പിന്നെ എല്ലാരും വന്നു. ലാസ്റ്റ് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഷൈല മാം വന്നു. അപ്പൊ അതെന്തായാലും വളരെ നന്നായി. ഇല്ലെങ്കിൽ ഞാൻ തന്നെയൊക്കെ പാട്ട് പാടണം വന്നേ. നമ്മുടെ രമാബായി അങ്ങനെ ഒരാൾ, എന്താണ് പേര് ഞാൻ മറന്നുപോയി. ശൈല അല്ല, വേറൊരാളുണ്ടല്ലോ മിക്കവാറും പാട്ടുകൾ പാടുന്ന. സ്നേഹലത മാം പാടും, ശ്രീകുമാരി മാം പാടും, ഓമന മാം പാടും. സാധാരണ അല്ലല്ല, സാധാരണ വരുന്ന പുള്ളിക്കാരി സിനിമ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കും. സിനിമ റെക്കോർഡിങ്ങോ? ഓ, സൗണ്ട് സിനിമ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഓ ശരി. സിനിമയുടെ എന്തോ പ്രോഗ്രാം ഡബിംഗ് സാറിന് അടുത്തുണ്ട്. തൊടുപുഴ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണോ? ഡബിംഗ് അല്ല, അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബിന്ദുരാജ് കേൾക്കാവോ? കേൾക്കാവോ? ബിന്ദുരാജു അല്ലേ? ബിന്ദുരാജു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കേൾക്കുന്നില്ല. അതെ, സൗണ്ടിന് എന്തോ പ്രശ്നമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇച്ചിരി പാട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിന്റെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്താൽ നമുക്ക് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രൂപ്പാണ്. അത്യാവശ്യം പാട്ടുകളൊക്കെ നമുക്ക് വല്ലതും വോയിസ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം. അപ്പൊ വൈകിയാണെങ്കിൽ ജ്യോതികുമാർ സാർ വന്നത് നന്ദി. പക്ഷെ ഇങ്ങനെ പോരാ, നേരത്തെ വരണം. നേരത്തെ ഇഷ്ടംപോലെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്. ആസ്ഥാന ഗായികയല്ലേ നമ്മളെ ശൈലജ മാഡം. ഞാനിപ്പോ നേരത്തിൽ കാണുന്നത് മാം 2-3 ആഴ്ചകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അത് കാരണം പാട്ടൊക്കെ പാടാൻ ഒരാളുണ്ട്. എല്ലാ നമ്മളെ പണ്ടേ ഉണ്ടായിരുന്നില്ല നമ്മളെ കൂടെ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ പറയാം. ഓക്കെ, 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതെയോ? റൈറ്റ്. അപ്പം നമ്മളെ ജോസഫ് സാർ പറഞ്ഞ അവരാണ് അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത്. പേര് എനിക്ക് ഓർമ്മയില്ല. രമാദേവി അല്ലേ? ആണോ? അല്ല, തൊടുപുഴയിൽ ഇപ്പൊ ഡബിംഗ് ഒക്കെ നടത്തുന്ന പറഞ്ഞ ആരായിരുന്നു പേര്? അതാ രമാദേവി എന്നല്ലേ? പാട്ട് പാടുന്നതിനൊന്നും കുഴപ്പമില്ല. ഇഷ്ടംപോലെ പാട്ട് പാടും. ഇഷ്ടംപോലെ പാടും. അതുപോലെ നമുക്ക് നമ്മളെ ശൈല മാഡത്തിനെ ഒരാഴ്ച പുള്ളിക്കാരി പ്രത്യേകം ലീവൊക്കെ ചോദിച്ചിട്ടാവും. ഒരാഴ്ച ലീവ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാവും. ഒരു ദിവസം വന്നില്ലെങ്കിൽ പ്രത്യേകം നേരത്തെ അറിയിക്കും. അങ്ങനെയൊക്കെയാണ്. നല്ല ഒബീഡിയന്റ് കുട്ടിയാണ്. അതെ. എല്ലാത്തിനും നല്ലോണം കമന്റ്സ് പറയും. എല്ലാ പ്രോഗ്രാമിനും. ഗോപകുമാർ സാർ പാടി ഇന്ന്. എന്താ ഇത് പാടിയോ? കുമാർ സാർ പാടിയില്ല. ജോർജ് സാറിനെ കണ്ടില്ല. പേര് ഒക്കെ നമുക്ക് ഉഷാറാക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഉഷാകുമാരി മാം ഇടയ്ക്ക് പാടുന്നായിരുന്നല്ലോ. ഒന്നും സൗണ്ട് കേട്ടില്ലല്ലോ. ഞാൻ പാടാൻ വളരെ മോശം, അതുകൊണ്ട് പാടിയില്ല.
പിന്നെ ഞങ്ങളൊക്കെ ഭയങ്കര പാട്ടുകാരല്ലേ. അതെ പിന്നെ ഇവിടെ നമുക്ക് ഞങ്ങൾ പാടുമെങ്കിൽ പിന്നെ സാറിനാ പാടാൻ പറ്റുന്നത്. ഞങ്ങൾ പാടുമെങ്കിൽ ആർക്കും പാടാം. ഞങ്ങളല്ല, ഞാൻ ഞാൻ പറയില്ല, ഞാൻ വരെ പാടുന്നു. പിന്നെയാ ഞായറാഴ്ച ജോർജ് സാറിനെ കണ്ടില്ലേ, പാട്ട് പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ നന്നായിട്ട് പാടും. ജോർജ് സാറേ പാട്ട് പറഞ്ഞു തുടങ്ങിയാൽ സാർ വരുമ്പോ നമുക്ക് പഠിക്കാം. പറഞ്ഞ് പിന്നെ പാടാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നിർത്താം അല്ലെ? വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ആ, നാളത്തെ ദിവസം എന്താണ് നാളത്തെ വിവാഹം സ്വർഗത്തിൽ അല്ലെ, ഒരു വിഷയമാണ് അങ്ങനത്തെ വിവാഹം സ്വർഗമാക്കൽ. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് മാരിറ്റൽ എൻറിച്ച്മെന്റ്. വിജയകുമാരൻ സാർ. സോ ഓക്കെ, നമുക്കൊന്ന് മൈൻഡ് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എന്താ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് അവസാനാകുമ്പോ ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പക്ഷെ അങ്ങനെ തോപ്പിക്കാൻ പറ്റത്തില്ല. ചന്തുവിനെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതന്നെ, അങ്ങനെയാണല്ലോ നമ്മൾ 1200 കടന്നത്. ഞാനിന്ന് അവധി എടുത്തതാണ്, എന്നിട്ട് കേറി. അതെ, എനിക്കറിയായിരുന്നു അവസാനാകുമ്പോ വരുമെന്ന്. വരാതിരിക്കാൻ പറ്റത്തില്ല. ഇതെങ്ങനെ നടത്തുന്നതെന്ന് അറിയണ്ട, അതിനുവേണ്ടി. പക്ഷെ ആദ്യത്തൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കാരണം മനോജൊക്കെ നല്ല മനോഹരമായിട്ട് പറഞ്ഞു. ഞാൻ അതിന്റെ ചരിത്രങ്ങളൊക്കെ ജനറലായിട്ട് പറഞ്ഞു. ഒരു പാട്ട് റെക്കോർഡ് കണ്ടോളാം. അപ്പൊ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ശാരദ മാം, എസ്ക്വയർ ശ്രീകാന്ത് ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ സൈക്കോ ദോസ്റ്റ് ആണ്. ഉഷാകുമാരി മാം ഒന്നും പറഞ്ഞില്ല. നാഷുവിനെ പറയാറില്ല. ഓക്കെ, ജോഷി സാർ ഒന്നും വേണ്ടിയില്ല. ജോഷി സാർ എവിടെ പോയി? അയ്യോ സാറേ, ചിലപ്പം ഓരോരോ പരിപാടികളിലായി പോകും. സാർ കേൾക്കാൻ വേണ്ടി കയറാറുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്. സി യു. ബൈ. സി